അപ്പോൾ നമ്മൾ വീണ്ടും ഒരു റിയാക്ഷൻ വേണ്ടിയാണ്. ആക്ച്വലി ഈ പടം എന്ന് പറയുന്നത് തുമ്പ, എല്ലാവർക്കും അറിയാമല്ലോ. തുമ്പ എന്ന പടത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അതറിയാത്ത ആൾക്കാരായിട്ട് കാണത്തില്ല. അതെ, തിയേറ്റർ ഇറങ്ങിയപ്പോൾ ആരും ഒന്നും സംസാരിച്ചില്ല. കൾട്ട് ക്ലാസിക്കായി മാറിയ അതിൻ്റെ ഡയറക്ടറിൻ്റെ ഒരു പടമാണ് മായസഭ. മായസഭ അല്ലേ? മായാസഭ, ഹൗസ് ഓഫ് ഇല്യൂഷൻസ്, ഹോൾ ഓഫ് ഇല്യൂഷൻ. ഹോൾ ഓഫ് ഇല്യൂഷൻസ്. ഓക്കെ, മായസഭ ദി ഹോൾ ഓഫ് ഇല്യൂഷൻ എന്ന പടത്തിൻ്റെ ട്രെയിലർ കണ്ടിട്ട് നമുക്കറിയാം. ട്രെയിലറല്ലേ? ടീസർ. ട്രെയിലറാണ്. അല്ലേ? ഷാരൂഖ് സെക്കൻഡ് ഫിലിം. जावेद जफरी सो रहा है. 40 किलो सोना अनडॉक्यूमेंटेड. ओ ഇതിനകത്ത് ഗോൾഡാ? गोल्ड बिस्किट. तो कहता है परमेश्वर ने सारा गोल्ड इस जगह में छुपा के रखा है. अभी कहाँ छुपाया भूल गया. इसलिए इतने साल से यहाँ पे. मैंने एक के बाद एक 2 सालों में 3 बड़ी फिल्म प्रोड्यूस की. मैंने बहुत सोच समझ कर उसके तय की थी. वो तीनों फिल्में एक के बाद एक ऐसी पिटेंगी कि तीनों एक के बाद एक हिट हो गई. क्या चाहती है ऑडियंस? गोल्ड. इसमें गोल्ड हो रहा तो इतना सन्नाटा क्यों हो? മട്ട് സാധനമാണ്. തിയേറ്ററിന്റെ പേരാണോ മായസഭ? ഇല്യൂഷൻ. എന്തോ मेरे किंगडम में ऐसा कुछ नहीं था जो मुझे पता नहीं था. समझे? ഇപ്പൊ മതി. അടുത്ത ആഴ്ച അല്ലേ? ഇതൊന്നും ഡെഫിനറ്റ്ലി ഇവിടെ വരില്ല. അനിൽ ബർവേ, റാഹി അനിൽ ബർവേ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇതും തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ആരും കാണത്തില്ല. ചിലപ്പോൾ കാണുമായിരിക്കും. മറ്റേ പടത്തിന്റെ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തിനൊക്കെ കൂടുതൽ ക്രിട്ടിക്സ് കണ്ടിട്ട് ഒരു അനക്കം ഉണ്ടാവും. ഇപ്പൊ തുമ്പാദിന്റെ പടത്തിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് തന്നെ ആൾക്കാർ കുറച്ച് കയറും. എനിക്കൊന്ന് ഈ സിനിമ എന്തൂസിയാസ്റ്റ് ആയിട്ട് ആൾക്കാർ കയറും. അത് കയറും. പക്ഷെ അവർക്ക് കയറിട്ട് ഒരു പക്ഷേ ചിലപ്പോൾ ഇത് വർക്കാകാൻ ചാൻസ് കുറവായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വർക്കാകാൻ ചാൻസ്. ഈ അബ്സ്ട്രാക്ട് പടങ്ങൾ പൊതുവേ നമുക്കിവിടെ അങ്ങനത്തെ ലൈനാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് ആശയമായിരിക്കും, കഥയൊന്നും കാണത്തില്ല. ഇന്ന ഈ തോട്ട് ഞാൻ ഫിലോസഫിക്ക് ഈ തോട്ട് ഞാൻ പ്രസന്റ് ചെയ്യുന്നു. പക്ഷേ അയാളവിടെ വന്നിട്ട് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ കഥയിലൊരു ആ സാധനം പറ്റത്തില്ല, അതൊന്നും കാണത്തില്ല. പക്ഷെ അപ്പം അത് ആ ലൈൻ ഓഡിയൻസിന് മാത്രമേ ഇത് വർക്കാവാൻ ചാൻസ് ഉള്ളൂ. ആദ്യം പറയാം ഷാറുഖ് ഖാൻ സുഖമായിരുന്നല്ലേ ആദ്യം ഫസ്റ്റ്? അങ്ങനെ കേട്ടു. ഷാറുഖ് ഖാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ അതിന് വേണ്ടി കൂടുതലായിരിക്കും പ്രൊമോഷൻ എന്ന രീതി. അതായിരിക്കും കുറച്ച്. പിന്നെ സിനിമയെക്കുറിച്ച് അല്ല ഈ പറയുന്നുണ്ടല്ലോ, സിനിമ ബന്ധപ്പെട്ട സംഭവമാണല്ലോ. ഒരു പ്രൊഡ്യൂസർ പുള്ളിക്കാരൻ അവസാനം ചെയ്ത 3 പടം ഫ്ലോപ്പ് അങ്ങനെയുള്ള പറയുന്നത്. അല്ല, അവസാനം ചെയ്ത 3 പടം ഫ്ലോപ്പ് ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഹിറ്റായി. അതെങ്ങനെ ഹിറ്റായി എന്നുള്ള സാധനം. അപ്പം ഇവിടെ പൊട്ടിയാൽ ആൾക്കാർക്ക് അല്ലാതെ വേറെ എന്തെങ്കിലും സാധനത്തെക്കുറിച്ചായിരിക്കും ഉദ്ദേശിക്കുന്നതൊക്കെ. നമ്മൾ പടം കാണുമ്പോഴേ എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. പിന്നെ ക്യാസ്റ്റ് അങ്ങനെ ഒരുപാട് എക്സ്ട്രീം ക്യാസ്റ്റും അല്ല, ലൊക്കേഷൻ സിമ്പിൾ. അപ്പം അതിൻ്റെ ബഡ്ജറ്റും വളരെ ചെറിയ. നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ജാവേദ് ജഫ്രിയാണ് പെട്ടെന്ന് മനസ്സിലാകുന്നത്. മറ്റേ ആരെയാ എനിക്ക് എത്ര പരിചയമില്ല. എനിക്കും പരിചയമില്ല. കാരണം ആക്ച്വലി ഈ പുള്ളിക്കാരൻ മറാഠി അല്ലേ ഡയറക്ടർ. അപ്പോൾ അവിടുത്തെ ആക്ടേഴ്സ് അല്ലേ മേ ബി ആയിരിക്കാം. എന്തായാലും ട്രെയിലർ ഉണ്ട്, പ്രത്യേകിച്ച് എനിക്കൊന്നും മനസ്സിലായില്ല. എന്തോ ഉണ്ട്, പക്ഷെ അത് പടം കണ്ടാലേ അറിയത്തുള്ളൂ എന്താണ് സംഭവം. ചിലപ്പോൾ അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഹാൾ ഓഫ് ഇല്യൂഷൻ എന്നാണ്. അതായത് ഇല്യൂഷൻ ആയിരിക്കും മൊത്തം. ചിലപ്പോൾ ഇത് മൊത്തം ഒരു സിനിമ ഹാളിൽ മറ്റൊരാൾ ഇരുന്ന് കാണുന്നതായിരിക്കാം.
മനസ്സിലായി. ഇതിനകത്തും ഗോൾഡിന്റെ എന്തോ ഒരു റെഫറൻസ് ഉണ്ട്. ഗോൾഡ് എന്ന് പറഞ്ഞപ്പം ഗോൾഡ് തപ്പി വരുന്ന മറ്റെന്ത് ഗ്രീഡിനെ കുറിച്ചല്ലായിരുന്നു. ഗ്രീഡാണ്. രസം ഉണ്ടായിരിക്കണം, കാണും. പക്ഷേ മേക്കിംഗ് കണ്ടില്ല, മേക്കിംഗ് ലൈറ്റിംഗ് പരിപാടി എല്ലാം മറ്റേ ചിലപ്പോൾ എടുത്തിരിക്കുന്നൊക്കെ ഭയങ്കര രസമുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷേ എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷയുണ്ട്. എന്താണ്, എവിടോട്ടാണ് ഇത് പോകുന്നത്? കാരണം പുള്ളിയുടെ പടം ആയതുകൊണ്ട് ഇത് കണ്ടിട്ട് ചിലപ്പോൾ സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കാം. മേ ബി അതെന്താണെന്ന് അറിയണം. സോ